ഹലോ ഗേസ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ BGISന്റെ സെമി ഫൈനൽസിന്റെ വീക്ക് 1 അവസാനിച്ചു. അതിൽ നിന്ന് 8 ടീമുകൾ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. ബാക്കി വരുന്ന 24 ടീമുകൾ വെച്ച് BGISന്റെ സെമി ഫൈനൽസിന്റെ വീക്ക് 2 ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു ആ ഒരു ഡേ 1 മത്സരങ്ങൾ ഉണ്ടായത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ബോട്ട് ആർമിയുടെ വക ഒരു അടിപൊളി ചിക്കറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഹൈദരാബാദ് ഹൈഡ്രാസിനെയും ഇൻഫോർണ സ്കോഡിനൊക്കെ തീർത്തുകൊണ്ട് 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കറ്റിനാണ് ബോട്ട് ആർമി അവിടെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 2 ഒറാങ്കുട്ടാൻ്റെ വകയും ആ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഡീസൽ സ്പോർട്സിനെ തീർത്തുകൊണ്ട് 12 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനാണ് ഒറാങ്കുട്ടാൻ അവിടെ സ്വന്തമാക്കിയത്. ഡീസൽ സ്പോർട്സും ഇവിടെ 13 ഫിനിഷേഴ്സോട് കൂടി 19 പോയിന്റും സ്വന്തമാക്കിയ നമ്മൾ ഒഫീഷ്യൽ ചാമ്പ്യന്മാർ RNTX ഇവിടെ 9 ഫിനിഷേഴ്സോട് കൂടി 11 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 3 സാൻഹോക്കിൽ നമുക്ക് റൈഡർ സ്പോർട്സിന്റെ വക ഒരു ചിക്കനിന്റെ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. അവർക്ക് ആ ഒരു ലാസ്റ്റിലേക്ക് പ്ലെയർ അഡ്വാൻറ്റേജ് ഇല്ലായിരുന്നെങ്കിലും ആ ഒരു സോൺ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ 10 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് അവർ സ്വന്തമാക്കിയത്. മെഡൽ സ്പോർട്സും ഇവിടെ 10 ഫിനിഷേഴ്സോട് കൂടി 16 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 4 വബിൾ ഗെയിമിങ്ങിന്റെ വക നമുക്ക് 8 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് നമ്മളെ ജെനിസിസ് സ്പോർട്സിനെയും ട്രോയ് തമിഴ്സിനൊക്കെ തീർത്തുകൊണ്ടായിരുന്നു വബിൾ ഗെയിമിങ്ങിന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ ഉണ്ടായിരുന്ന. ജെനിസിസ് സ്പോർട്സ് ഇവിടെ 11 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 5 നമുക്ക് സോളിന്റെ ആ ഒരു കംബാക്ക് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. അതുവരെ ടീമിൽ സൗമ്യയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ റോണിയൊക്കെ ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. റോണി ഈസ് ബാക്ക്. ഈ ഒരു മാച്ചിൽ നമുക്ക് റോണിയെ തിരിച്ച് ലൈനപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സൗമ്യയെ ബെഞ്ചിലിരുത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ തന്നെ ടീം സോളിൻ്റെ ആ ഒരു കംബാക്ക് പെർഫോമൻസും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. റോണി വലിയ രീതിയിലുള്ള പെർഫോമൻസ് എടുത്തില്ലെങ്കിലും ആസ് എ ടീം എന്ന രീതിയിൽ സോളിൻ്റെ ആ ഒരു കംബാക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. ആൽറ്റിറ്റ്യൂഡിനെ ലാസ്റ്റ് ഫിനിഷ് ചെയ്തുകൊണ്ട് 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് സോൾ ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആൽറ്റിറ്റ്യൂഡ് ഇവിടെ 11 പോയിന്റും ലിഖിത സ്പോർട്സ് ഇവിടെ 8 ഫിനിഷ് പോയിന്റോട് കൂടി 8 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും റോണി തിരിച്ചു വന്നതോടുകൂടി ടീമിൽ ആ ഒരു കോൺഫിഡൻസ് വന്ന പോലെ എന്തായാലും ഫീൽ ആവുന്നുണ്ട്. മേ ബി ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ റോണി തന്നെ ആയിരിക്കും ലൈനപ്പിൽ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലേയിങ് ഫോറിൽ കളിക്കാൻ പോകുന്നത്. ലാസ്റ്റ് മാച്ചിൽ നമ്മുടെ മല്ലു ഓർഗാളെ നോണെക്സിന്റെ വക നമുക്ക് ആ ഒരു ചിക്കനിന്റെ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റിലേക്ക് വബിൾ ഗെയിമിങ്ങിനെയും ടീം തമിഴ്നാസിനെയൊക്കെ തീർത്തുകൊണ്ട് 12 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കനിനാണ് നോണെക്സ് അവിടെ സ്വന്തമാക്കിയത്. അങ്ങനെ സെമി ഫൈനൽസിന്റെ ഡേ 1 അവസാനിച്ചപ്പോൾ അണ്ടർഡോഗ് അല്ലെങ്കിൽ റേസിംഗ് സ്റ്റാർ ടീമായുള്ള വബിൾ ഗെയിമിംഗ് ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത്. നല്ലൊരു കൺസിസ്റ്റന്റ് ലെവൽ പെർഫോമൻസ് ടീമിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 45 പോയിന്റായിട്ട് ആഷ് 1 പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഒരു ചിക്കൻ ഡിന്നറോട് കൂടി. ആൻഡ് സെക്കൻഡ് മെഡൽ സ്പോർട്സ് നിൽക്കുന്നുണ്ട്. അവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു. ഒരു ചിക്കൻ ഡിന്നർ പോലും ഇല്ലെങ്കിലും 41 പോയിന്റായിട്ടാണ് ഒരു സെക്കൻഡ് പൊസിഷനിൽ അവർ നിൽക്കുന്നത്. തേർഡ് ബോട്ട് ആർമി നിൽക്കുന്നുണ്ട് 31 പോയിന്റായിട്ട്. 5ാം സ്ഥാനത്ത് നോണെക്സ് ആ ഒരു ലാസ്റ്റ് മാച്ചിലെ ചിക്കനിൻ്റെ പെർഫോമൻസോട് കൂടി 29 പോയിന്റോട് 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. സോള് ആ ഒരു ചിക്കനിൻ്റെ പെർഫോമൻസോട് കൂടി അവരും 6ാം സ്ഥാനത്തേക്ക് എത്തി 28 പോയിന്റുമായിട്ട്. ലിഖിത സ്പോർട്സ് വെറും 17 പോയിന്റുമായിട്ട് 19ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ജെനിസിസ് സ്പോർട്സ് 21ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇനിയും ഓരോ ടീമുകൾക്ക് ഏകദേശം 12 മാച്ചുകളോളം ഉണ്ട്. അതിൽ നിന്ന് ടോപ്പ് 8 എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള ടീമുകളൊക്കെ പുറത്താവുന്നതായിരിക്കും. അപ്പോൾ ഡു ഓർ ഡൈ മാച്ചുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആരൊക്കെ ക്വാളിഫൈ ആവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോളിലേക്ക് ഇന്നലെ ഒരു ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഗോളിലേക്ക് പബ്ജി മൊബൈലിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ നിങ്ങൾക്ക് അറിയാം സ്റ്റാൾവോട്ട് സ്പോർട്സും ആയിട്ടൊക്കെ ഗോളിലേക്ക് ആ ഒരു പബ്ജി മൊബൈലിൽ കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗോളിലേക്ക് സ്റ്റാൾവോട്ട് പറഞ്ഞ ലൈനപ്പിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പുതിയൊരു ഓർഗോ ആയിട്ടാണ് നമ്മളുടെ ഇന്റർനാഷണൽ ഓർഗോ ആയിട്ട് നമ്മൾ ഗോളിലേക്ക് കൊളാബറേഷനിലേക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. റഷ്യൻ ഓർഗോ ആയിട്ടുള്ള ഡാഗിസ്റ്റൻ 77 അല്ലെങ്കിൽ 77 എന്ന ഓർഗോ ആയിട്ടാണ് ഗോളിലേക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഡാഗിസ്റ്റൻ 77ൻ്റെ പബ്ജി മൊബൈൽ ലൈനപ്പിന് ഗോളിലേക്ക് 77 അല്ലെങ്കിൽ ഈ ഒരു കൊളാബ് ലൈനപ്പിലൂടെ ആയിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത്. അതിൽ എടുത്ത് പറയേണ്ടവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്ന സ്പോർട്സ് വേൾഡ് കപ്പാണ്. ഈ ഒരു ലൈനപ്പ് നമ്മളെ പബ്ജി മൊബൈലിൻ്റെ സൂപ്പർ ലീഗ് സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യയിലേക്ക് ഇൻവൈറ്റ് അല്ലെങ്കിൽ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് സ്ലോട്ട് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഗോളിലേക്ക് സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് വരുമോ ഈ ഒരു കൊളാബറേഷനോട് കൂടിയിട്ട് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു ടീം ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ഈ ഒരു ഇവൻറ്റുകൾ PMSL കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പബ്ജി മൊബൈലിലും ഇന്ത്യൻ ഓർഗുകൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇനി SA2കളുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നതെന്ന് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത ദിവസം ബൈ ഗൈസ്.